അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st April 2016. ഇൻകോർപ്പറേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പേ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1st April 2016 ആണ്. പിന്നെന്താ പറഞ്ഞേ, ടുക്ക് ഓവർ എ റണ്ണിങ് ബിസിനസ്. ആര്? ഈ എ കമ്പനി. ഇപ്പൊ എ കമ്പനി വേറെ ഏതോ ഒരു ബിസിനസ്സിനെ ടുക്ക് ഓവർ ചെയ്തു. ടുക്ക് ഓവർ എന്ന് വെച്ചാൽ എന്താ? എക്വയർ ചെയ്തു അല്ലെങ്കിൽ ബൈ ചെയ്തു എന്ന് പറയും അല്ലെ. വേറെ ഏതോ ഒരു ബിസിനസിന്റെ പേര് അവിടെ പറയുന്നില്ല, വേറെ ഏതോ ബിസിനസ്സിന് ഈ എ കമ്പനി എന്ത് ചെയ്തു? ടുക്ക് ഓവർ അല്ലെങ്കിൽ ബൈ ചെയ്തു, പർച്ചേസ് ചെയ്തു. ഓക്കെ, ടുക്ക് ഓവർ റണ്ണിങ് ബിസിനസ് ഫ്രം, റണ്ണിങ് എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ്സിന് എന്ത് ചെയ്തു? ടുക്ക് ഓവർ ചെയ്തു. എപ്പം? ഫ്രം 1st January 2016. അപ്പം ഡേറ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് എത്രയാ? 1st January ആണ്. പിന്നെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് കിട്ടി നമുക്ക് 1st April. ഓക്കെ, 2016. ഇനി പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ കമ്പനി പ്രിപ്പയർ ഇറ്റ്സ് ഫൈനൽ അക്കൗണ്ട്സ് ഓൺ 31st December 2016. അപ്പം 31st December ആണ് ഇയർ എൻഡഡ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് കിട്ടി. ഇയർ എൻഡഡ് ഡേറ്റ് 31st December. From the following information you are required to calculate sales ratio. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ ഡേറ്റും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ഡേറ്റിലും സെയിൽസ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം സെയിൽസ് റേഷ്യോ ഫോർ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരിയഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതിനു മുമ്പേ നമുക്ക് ഇതിൻ്റെ ഡേറ്റിൻ്റെ ഒരു ചാർട്ട് വരക്കാം. ഡേറ്റ് ഓഫ് എക്വിസിഷൻ തന്നിട്ടുണ്ട് അല്ലേ. എപ്പോഴാണ് ഡേറ്റ് ഓഫ് എക്വിസിഷൻ? 1st January. ഡേറ്റ് ഓഫ് എക്വിസിഷൻ 1st January. ഓക്കെ, ഇനി ഇൻകോർപ്പറേഷൻ ഡേറ്റ് നടുക്ക് എഴുതുന്നതാണ് ഇൻകോർപ്പറേഷൻ ഡേറ്റ്. ഇൻകോർപ്പറേഷൻ ഡേറ്റ് നമുക്ക് എഴുതാം. അടുത്തത് ഇയർ എൻഡിങ് ഡേറ്റ് 31st December. ഓക്കെ, അപ്പം നോക്കിയട്ടെ പ്രീ പീരീഡ് എത്ര എണ്ണം വരും? പ്രീ എന്ന് പറയുന്നത് 1st January മുതൽ 31st March വരിക അല്ലേ. അതായത് 3 months ആണ് പ്രീ പീരീഡിൽ വരുന്നത്. ഏതൊക്കെയാ 3 months എന്ന് പറയുന്നത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, ഇനി പോസ്റ്റിൽ എത്ര എണ്ണം വരുക? പോസ്റ്റ് എന്ന് പറയുന്നത് 3 എണ്ണാകുമ്പം ബാക്കി ഏപ്രിൽ മുതൽ അല്ലേ, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ, അതായത് 9 വരും. ഏതൊക്കെയാ വരുന്നത് എന്ന് അവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ. ഓക്കെ, സെപ്റ്റംബർ, ഓക്കെ, 9 മാസം അവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത് എന്ന്. അപ്പം ഇനി ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം. അപ്പം പ്രീ പീരീഡ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം, ജനുവരി മുതൽ മാർച്ച് വരെ. അതിനുശേഷം നമ്മൾ പോസ്റ്റ് പീരീഡ് കണ്ടുപിടിച്ചു. 9 എണ്ണമാണ് പോസ്റ്റ് പീരീഡിൽ വരുന്നത്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയാണ് പോസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് ഒന്നും കൂടി നോക്കാം. പിന്നെ തന്നത് എന്താ ഇവിടെ? സെയിൽസ് ഫ്രം ജനുവരി 2016 ടു ഡിസംബർ 2016 3,60,000. അതായത് ഈ 3,60,000 എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ സെയിൽസ് ആണ് അല്ലേ. അപ്പം അത് നമുക്കിവിടെ എഴുതി വെക്കാം.
ടോട്ടൽ സെയിൽസ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കാം. ഓക്കെ, ടോട്ടൽ സെയിൽസ് 3,60,000. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. പിന്നെ വേറെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ഫ്രം ദ മന്ത് ഓഫ് ജനുവരി ട്വൈസ് ദ ആവറേജ് സെയിൽസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ജനുവരിയിലെന്ന് പറയുന്നത് ആവറേജ് സെയിൽസിന്റെ കണ്ടില്ലേ, സെയിൽസ് ഫ്രം ദ മന്ത് ഓഫ് ജനുവരി ട്വൈസ് ദ ആവറേജ് സെയിൽസ്. ആവറേജ് സെയിൽസ് എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് അല്ലെ ജനുവരിയിൽ എന്ന് പറയുന്നത്. ട്വൈസ് ദ ആവറേജ് സെയിൽസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ആവറേജ് സെയിൽസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഇൻറ്റു എന്ത് ചെയ്യണം? 2 ചെയ്യണം. ട്വൈസ് എന്ന് പറയുമ്പോൾ ഇരട്ടിയല്ലേ, അപ്പൊ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കാണിക്കാം. ജനുവരിയിൽ അത് ആവറേജ് സെയിൽസിന്റെ 2 ടൈംസ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ അതവിടെ കാണിക്കാം. ജനുവരി എന്താ പറഞ്ഞ? ട്വൈസ് ദ ആവറേജ് സെയിൽസ്. അപ്പം ട്വൈസ് ആവറേജ് സെയിൽസ് ട്വൈസ് ദ ആവറേജ് സെയിൽസ് എന്ന് വെച്ചാൽ 2 ഇൻറ്റു ആവറേജ് സെയിൽസ് ചെയ്യണം. 2 ഇൻറ്റു ആവറേജ് സെയിൽസ്. ഓക്കെ, ട്വൈസ് ദ ആവറേജ് സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ 2 ഇൻറ്റു ആവറേജ് സെയിൽസ്. ഇനി അടുത്തത് നോക്ക്. ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരി ഈക്വൽസ് ടു ആവറേജ് സെയിൽസ്. എന്താ പറഞ്ഞ? ഫെബ്രുവരിയിൽ അത് പറയുന്നത് ആവറേജ് സെയിൽസിന് ഈക്വൽ ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണിക്കാം. ഫെബ്രുവരി ഇസ് ഈക്വൽ ടു ആവറേജ് സെയിൽ. ഓക്കെ, ഈക്വൽ ടു ആവറേജ് സെയിൽ എന്നാ പറഞ്ഞേ. ഇനി അടുത്തത്, ഫോർ 4 months ഫ്രം മെയ് ടു ഓഗസ്റ്റ് 1/4 ഓഫ് ദ ആവറേജ് സെയിൽസ് ഓഫ് ഈച്ച് മന്ത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം മെയ് ടു ഓഗസ്റ്റ് 4 മാസം അല്ലെ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം. എത്ര വരുന്നേ? 1/4 ഓഫ് ദ ആവറേജ് സെയിൽസ് ആണ്. ആവറേജ് സെയിൽസിന്റെ 1/4% വരുന്നത് ഓഫ് ഈച്ച് മന്ത്. ഇപ്പൊ ഓരോ മാസവും എത്ര വരുന്നത്? ആവറേജ് സെയിലിന്റെ 1/4% മെയ് മുതൽ ഓഗസ്റ്റ് വരെ വരുന്നത്. അപ്പൊ അത് നമുക്കിനി കാണിക്കാം. മെയ് ടു ഓഗസ്റ്റ് എത്ര പറഞ്ഞ? 1/4 അല്ലെ. അപ്പൊ 1/4 ഓഫ് ആവറേജ് സെയിൽസ്. ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആവറേജ് സെയിൽസ്. ഓക്കെ, മെയ് ടു ഓഗസ്റ്റ്. ഇനി അടുത്തത്, സെയിൽസ് ഫോർ ഒക്ടോബർ ആൻഡ് നവംബർ 3 times ദ ആവറേജ് സെയിൽസ്. അപ്പൊ ഒക്ടോബറിന്റെയും നവംബറും കിട്ടി. എത്രയാ പറയുന്നത്? 3 times ആവറേജ് സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ 3 ഇൻറ്റു ആവറേജ് സെയിൽസ്. ഒക്ടോബർ ടു നവംബർ എത്രയാ? 3 ഇൻറ്റു ആവറേജ് സെയിൽസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നേർക്ക് നോക്കിയേ. നമുക്കറിയാം ടോട്ടൽ സെയിൽ 3,60,000 ആണ്. ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് എത്ര മാസത്തെയാ? 12 മാസം അല്ലേ. 12 മാസം എന്ന് പറയുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളത് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെ മാസത്തിന് നമ്മളിപ്പോൾ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്? ഇതുവരെയല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. നോക്കി, ഇതിനു ശേഷം ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ട് ഇല്ലല്ലോ. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്ത് നമുക്ക് നോക്കാം? ഏതൊക്കെ മന്ത്സിൽ തന്നിട്ടില്ല എന്നുള്ളത് നോക്കാം. ജനുവരി തന്നിട്ടുണ്ട്, ഫെബ്രുവരി തന്നിട്ടുണ്ട്, മാർച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് തരാത്തത് അവിടെ ഒന്ന് നോട്ട് ചെയ്യാം. മാർച്ച്, ഏപ്രിൽ എന്തിനാ? ഇല്ല. അടുത്തത് മെയ്യാ വരുന്നത് അല്ലേ. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അത് ഇവിടെ പെടും. ഇനി ഒക്ടോബർ, നവംബർ. ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട് നമുക്ക്? സെപ്റ്റംബർ ഇല്ലേ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ വേണ്ടേ. അപ്പൊ സെപ്റ്റംബർ വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. സെപ്റ്റംബർ. ഓക്കെ, മാർച്ച് ഇല്ല, ഏപ്രിൽ ഇല്ല, സെപ്റ്റംബർ ഇല്ല, ഒക്ടോബർ, നവംബർ. ഡിസംബറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഡിസംബറും തന്നിട്ടില്ല. ഓക്കെ, ഈ 4 മാസത്തതും അവിടെ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ ഈ 4 മാസത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല.
മാർച്ച്, ഏപ്രിൽ, സെപ്റ്റംബർ, ഡിസംബറിൻ്റെ കാര്യം. ബാക്കി എല്ലാത്തിനും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ജനുവരി എന്നത് പറയുന്നത് 2 ഇൻറ്റു ആവറേജ് സെയിലാണ്. ഫെബ്രുവരി ആവറേജ് സെയിൽ തന്നെയാണ് അതിൻ്റെ എമൗണ്ട് ഈക്വൽ ആയിട്ട് വരുന്നത്. മെയ് മുതൽ ഓഗസ്റ്റ് വരുന്നത് 1/4 ഓഫ് ആവറേജ് സെയിൽ. ഒക്ടോബർ മുതൽ നവംബർ വരുന്നത് 3 ഇൻറ്റു ആവറേജ് സെയിൽസ്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് കാണണം? ഈ ആവറേജ് സെയിൽ എത്രയാണെന്നുള്ളത് കാണും അല്ലേ. അപ്പം നമുക്ക് ആവറേജ് സെയിൽ കാണാം. ഓക്കെ, അപ്പം ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് സെയിൽ എത്രയാണെന്നുള്ളത് കാണാം അല്ലേ. അപ്പോൾ ആവറേജ് സെയിൽ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മന്ത്സ് അല്ലേ. ടോട്ടൽ സെയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ മന്ത്സ്. ഇപ്പം എത്രയാ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത്? 3,60,000 ആണ് ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 3,60,000 നമുക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ ടോട്ടൽ സെയിൽ ഇസ് ഈക്വൽ ടു 3,60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ മന്ത്സ്. ടോട്ടൽ മന്ത്സ് എത്രയാണ്? 12 മാസമാണല്ലേ ടോട്ടൽ മന്ത്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3,60,000 ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 30,000. 30,000 ആണ് ആവറേജ് സെയിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള മാസത്തെയൊക്കെ എത്രയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഓരോ മാസത്തിൻ്റെയും നോക്കാം. അപ്പം ആദ്യം വരുന്നത് ജനുവരിൻ്റെ അല്ലേ. അപ്പം ജനുവരിൻ്റെത് എന്ന് പറയുന്നത് 2 ഇൻറ്റു ആവറേജ് സെയിലാണ് കാണേണ്ടത്. അപ്പം നമുക്ക് ഓരോ മാസത്തിൻ്റെയും കാണാം. സെയിൽസ് ഫോർ ഈച്ച് മന്ത്. സെയിൽസ് ഫോർ ഈച്ച് മന്ത്. ഓക്കെ, എത്രയാണെന്നുള്ളത് നമുക്ക് കാണാം. സെയിൽസ് ഫോർ ഈച്ച് മന്ത്. ആദ്യം നമ്മൾ ജനുവരിൻ്റെയാണ് കാണുന്നത്. ജനുവരി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആവറേജ് സെയിൽ. ഇപ്പം 2 ഇൻറ്റു ആവറേജ് സെയിൽ എന്ന് പറയുന്നത് 30,000. ഇപ്പം 60,000. ഓക്കെ, ഇനി അടുത്തത് ഫെബ്. ആവറേജ് സെയിൽ. ഇപ്പം ആവറേജ് സെയിൽ എത്രയാണ് വരുന്നത്? 30,000. ഇപ്പോൾ 1 ഇൻറ്റു 30,000 ഒരു മാസത്തെയാണ് 30,000 കിട്ടി. ഓക്കെ, മെയ് മുതൽ ഓഗസ്റ്റ്. ഇപ്പം മെയ് ടു ഓഗസ്റ്റ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. എത്രയാണ് വരുന്നത്? 1/4 അല്ലേ. 1/4 ഓഫ് ആവറേജ് സെയിൽസ്. 1/4 ഓഫ് ആവറേജ് സെയിൽസ്. ഓക്കെ, എത്ര വരും? 7,500. ഇപ്പം സെയിം തന്നെയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് തന്നെയാണ് സെയിം വരുന്നത്. മെയിനെ പോലെ തന്നെയല്ലേ. അപ്പം അതും അവിടെ കാണിക്കാം. ഇപ്പം മെയ് മുതൽ ഓഗസ്റ്റ് വരെ 4 മാസത്തിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് 7,500. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഒക്ടോബർ ടു നവംബർ. എത്രയാണ്? 3 ഇൻറ്റു ആവറേജ് സെയിൽസാണ് വരുന്നത്. ഒക്ടോബർ ടു നവംബർ. $90,000. ഓക്കെ, ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും മാസത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കാം എത്രയാന്നുള്ളത്. എത്ര വരുക? എത്ര മാസം ഉണ്ട് ഇതിനകത്ത്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പം 8 മന്ത്സിൻ്റെ സെയിൽ നമുക്ക് കിട്ടി. അപ്പം 8 മന്ത്സ് സെയിൽ അല്ലേ. സെയിൽസ് ഫോർ 8 മന്ത്സ് എത്ര വരും? 3 lakh കിട്ടും. 3 lakh ആണ് വരുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 മന്ത്സിൻ്റെ ആണ്. 8 മന്ത്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh ആണ്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസ് തന്നിട്ടില്ലേ? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്ര മാസത്തെയാ? 12 മാസത്തെയാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ എത്ര മാസത്തെ കണ്ടുപിടിച്ചു? 8 മാസത്തെ കണ്ടുപിടിച്ചു അല്ലേ? പിന്നെ ബാക്കി എത്ര മാസത്തെയും കൂടി ഉണ്ട്? 4 മാസത്തെയും കൂടി ഇല്ലേ? അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ടോട്ടൽ മന്ത്സ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പം ആ 12ൻ്റെ അകത്ത് നിന്ന് നമ്മളിപ്പോൾ എത്ര കണ്ടുപിടിച്ചു? 8. ഓക്കെ, 8 എണ്ണം കിട്ടി. ഇനി ബാലൻസ് എത്രയുണ്ട്? 4 മാസത്തെ ഉണ്ട് അല്ലേ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ആ 4 മാസം ഏതാ വരുന്നത്? ഇതിൽ പെടാത്തതാണ്. അതാണ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ച 4 എണ്ണം. ഏതൊക്കെയാണത്? മാർച്ച്, ഏപ്രിൽ, സെപ്റ്റംബർ, ഡിസംബർ. ഈ 4 മാസം നമ്മൾ ഇനി കണ്ടുപിടിക്കണ്ടേ? ഈ 4 മാസത്തെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുക നമുക്കിനി നോക്കാം. ഇപ്പം 8 മാസത്തെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻ, അതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ബാക്കി 4 മാസത്തതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം 12 മാസത്തേത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 8 മാസത്തെ സെയിൽസും നമ്മളിപ്പം കണ്ടുപിടിച്ചു. അപ്പം അത് നമുക്ക് എഴുതാം. സെയിൽസ് ഫോർ റിമൈനിങ് മന്ത്സ്. റിമൈനിങ് എന്ന് പറയുന്നത് ബാലൻസ് 4 മാസം ഉണ്ട്. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം സെയിൽസ് ഫോർ റിമൈനിങ് മന്ത്സ്. ഇപ്പം ടോട്ടൽ സെയിൽസ് നമുക്കറിയാം അല്ലേ? എത്രയാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്? 3,60,000. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ഈ 8 മന്ത്സിൻ്റെത് ലെസ് ചെയ്താൽ മതി അല്ലേ? എന്തായാലും നമുക്ക് ബാക്കി 4 മാസത്തെ സെയിൽ കിട്ടും. ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 3,60,000 ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് 8 മന്ത്സിൻ്റെത് എന്ത് ചെയ്യുക? സെയിൽസ് ലെസ് ചെയ്യുക. എത്ര വരുന്നത്? 3 lakh. ഓക്കെ, അപ്പം എത്ര കിട്ടി നമുക്ക്? 60,000. അപ്പം therefore 4 മന്ത്സ്, അതായത് ഇനി ബാലൻസ് വരുന്ന മന്ത്സിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 60,000. 4 മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് 60,000 ആണ് കിട്ടി. ഓക്കെ, 4 മാസത്തിൻ്റെ 60,000 ആണ് കിട്ടിയോണ്ട് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ 4 മാസം, അതായത് ആ 4 മാസത്തിൻ്റെ ടോട്ടൽ ആണല്ലേ 60,000, ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് ഈ 4 മന്ത്സിന് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാലൻസ് വരുന്ന റിമൈനിങ് 4 മന്ത്സ് ഉണ്ട്. ആ 4 മന്ത്സിൻ്റെത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 60,000ന് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് കൊടുക്കാം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് സെയിൽസ് ഫോർ റിമൈനിങ് മന്ത്സ്. ആവറേജ് സെയിൽസ് ഫോർ റിമൈനിങ് മന്ത്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ഈ 60,000 അല്ലേ? 60,000 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഈ 60,000 എന്ത് ചെയ്യുക? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ എത്ര കിട്ടും? 15,000. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് മന്ത്സിനെ കുറിച്ചിട്ട് നമുക്കുള്ള ഇൻഫർമേഷൻ. ഇത് നമുക്ക് പ്രീയിലും പോസ്റ്റിലോട്ടേക്കും ഇതിൻ്റെ എമൗണ്ട് ഇനി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാ മാസവും കിട്ടിയല്ലോ. നമുക്ക് നോക്കാം ഒന്നും കൂടി. ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ചിൻ്റെ നമ്മളിപ്പം കണ്ടുപിടിച്ചത് എത്ര കിട്ടി? 15,000 കിട്ടി മാർച്ചിലെ. ഓക്കെ, മാർച്ചിൻ്റെത് കിട്ടി. ഇത് തന്നെയാണ് ഏപ്രിലും വരുന്നത്. ഇനി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഏത് തന്നെയാണ് വരിക? ഇത് തന്നെയാണ് അല്ലേ വരുന്നത്. ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആവറേജിൽ ഡിവൈഡ് ചെയ്ത് എടുത്തു കൊടുക്കുന്നു. ഇനി ഒക്ടോബർ, നവംബർ, പിന്നെ ഡിസംബറിനും തന്നിട്ടില്ല, അതും ഈ 15,000 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കാണിക്കാം. ആദ്യം ജനുവരിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ജനുവരി വരുന്നത് 60,000 ആണ്. ഫെബ്രുവരി വരുന്നത് 30,000 ആണ്. ഓക്കെ, ഇപ്പോൾ ജനുവരി കിട്ടി, ഫെബ്രുവരി കിട്ടി. മാർച്ച് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു, അത് 15,000 ആണ്. ഓക്കെ, അപ്പം ഇത് 3 നമുക്കിനി ഇവിടെ എഴുതാം. ജനുവരി
60,000. February 30,000. March 15,000. ഓക്കെ, അപ്പം എത്ര വരും ടോട്ടല്? 1,05,000 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ഇതാണ് പ്രീല എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? പോസ്റ്റില് കണ്ടുപിടിച്ചൂടെ? എളുപ്പല്ലേ? കാരണം നമുക്കറിയാം ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പൊ ടോട്ടൽ സെയിൽസ് എത്രയാ വരുന്നത്? 3,60,000 ആണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രീലയും കിട്ടി. പ്രീല എത്രയാ? 1,05,000. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇത് ലെസ് ചെയ്താൽ പോരെ, നമുക്ക് പോസ്റ്റിൽ എമൗണ്ട് കിട്ടൂലേ? അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഇത് നോക്കിയിട്ട് ഓരോന്നും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തോ എമൗണ്ട്. അങ്ങനെയാണെങ്കിലും സെയിം ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ എളുപ്പപ്പണി ചെയ്യുവാണ്. ടോട്ടൽ സെയിൽസിൻ്റെ അകത്ത് പ്രീല എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റിൽ എമൗണ്ട് കിട്ടും. അതുവഴി നമുക്ക് സെയിൽസ് റേഷ്യോ കാണാം. അപ്പൊ എത്രയാ വരുന്നത്? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് ഫോർ പ്രീ പീരിയഡ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് ചെയ്തത്? പോസ്റ്റിലെ സെയിൽസ്. ഓക്കെ, ടോട്ടൽ സെയിൽസ് വരുന്ന 3,60,000 മൈനസ് പ്രീയിലെ വരുന്ന 1,05,000. ഓക്കെ, ഇപ്പം എമൗണ്ട് എത്ര കിട്ടും? 2,55,000. ഓക്കെ, അപ്പൊ നമുക്കിനി സെയിൽസ് റേഷ്യോ കണ്ടുകൂടെ? എളുപ്പമായില്ലേ? Therefore, സെയിൽസ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രീയിൽ എത്രയാ? 1,05,000 to 2,55,000. ഓക്കെ, ഷോർട്ടാക്കിയാൽ ഇനിയും ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് 7 എഴുതാം. 7:70. ഇതാണ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്. 7:70. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് സെയിൽസ് റേഷ്യോ കാണാൻ മാത്രം പറയും. അപ്പം അത് അങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലത്തെ ക്ലൂ തരിക. ഓരോ മാസവും എത്രയാണെന്ന് തരും. ജനുവരിയിൽ ട്വൈസ് ആണ്, ഫെബ്രുവരിയിൽ ത്രൈസ് ആണ്, അങ്ങനെ പറഞ്ഞിട്ട് തരും. ആവറേജ് സെയിൽസിന്റെ ട്വൈസും ത്രൈസും എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പം നോക്കിയിട്ട് ചെയ്യാം. ഇനി ചില മന്ത്സിന്റെ തന്നിട്ടുണ്ടാവില്ല. അതെന്ത് ചെയ്യുക? ബാലൻസ് എത്രയാണ് വരുന്നത് സെയിൽസ്, അതിന് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പ്രീയും പോസ്റ്റും കാണുക. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണേ.